ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ മീൻ കഴിക്കാൻ പോവാണ്. ചേച്ചി പഠിപ്പിച്ചല്ലേ ചെയ്യേണ്ടത്? ഇന്നത്തെ ഒരു രത്ന ചുരുക്കം പറഞ്ഞു തരാം. എന്റെ മുന്നിൽ നല്ല രസമുണ്ടല്ലേ കിടക്കുന്നതാണ്. ഇതൊക്കെ അപ്പൊ അവർക്ക് ചെയ്യാൻ അറിയാം. വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. മഴയാണോ പറഞ്ഞത്? ഓക്കെ, അപ്പോ ഞാൻ എന്താ ഇപ്പൊ എഴുന്നേറ്റു. നമുക്കങ്ങനെ പരിപാടിയൊന്നുമില്ല. സോ സാധാരണ 10 മണി വരെ ഉറങ്ങുന്നതാ. ഞാൻ എന്തായാലും 8 മണിക്ക് എഴുന്നേറ്റു. 8:30 എഴുന്നേറ്റു. ഇനിയിപ്പം കുറച്ച് നേരം ഞാൻ റീൽസൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കും. ആക്ച്വലി എഴുന്നേറ്റ് കുറച്ച് നേരം എന്ന് വെച്ചാൽ ഞാൻ റീൽസ് കണ്ടു കഴിഞ്ഞപ്പം ഫോണിലെടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഫോണിലെടുക്കൽ നടന്നില്ല. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് കുറച്ച് കോൾസ് ഒക്കെ വിളിക്കാനുണ്ട്. അപ്പം ഫോണിലെടുക്കൽ നടപടി ആകാത്തത് കൊണ്ട് ഞാൻ പിന്നെ ക്യാമറ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾ വന്നു. വെള്ളം എടുത്ത് അകത്ത് വെച്ചിട്ടില്ല. വെള്ളത്തിന്റെ ബോട്ടിൽ കൊടുത്തു. ഇനിയിപ്പോ പല്ല് വെക്കാം. കുറച്ച് പരിപാടികൾ കഴിഞ്ഞ് ഇനിയിപ്പോ പല്ല് വെച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് പരിപാടികൾ. ഗുഡ് മോർണിംഗ്. എന്റെ മുടി നല്ല രസമുണ്ടല്ലേ കിടക്കുന്നതാണ്. അല്ലെങ്കിലും അങ്ങനെ എവിടെയും പോകണ്ടാത്തപ്പോ എന്റെ മുടി ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും കിടക്കുന്നത്. ചില്ലുള്ള പ്ലേ ടൈമാണ്. നമുക്കപ്പോൾ ആദ്യം ആ വെള്ളം അങ്ങ് എടുത്ത് വെക്കാം. ഞാൻ എല്ലാ ജനലും രാവിലെ തന്നെ തുറന്നിടും. ജനലും കതവും എല്ലാം. എനിക്ക് മാക്സിമം വെളിച്ചം എത്രയും കയറാമോ അത്രയും വെളിച്ചം കയറുന്നതാണ് ഇഷ്ടം. ഇന്നത്തെ ഒരു രത്ന ചുരുക്കം പറഞ്ഞു തരാം. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് വലിയ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസമാണ്. വലിയ പരിപാടി എന്ന് വെച്ചാൽ വെളിയിൽ പോകേണ്ട പരിപാടികളൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു ദിവസമാണ്. സോ മോസ്റ്റ്ലി എനിക്ക് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം ആണിന്ന് നമ്മൾ കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പം ഞാൻ എഴുന്നേറ്റ് പല്ല് തേച്ചു. ആ വെള്ളം വെളിയിൽ വെച്ച് അഴിച്ചു മാറ്റിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെള്ളം എടുത്തകത്ത് വെച്ചു. പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ ഡോറും ഇതുമൊക്കെ തുറന്നിടുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ദൗത്യം. ഇപ്പം കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടെന്ന്. അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. വാഷ് ബേസിൻസ് എല്ലാം ഒന്ന് കഴുകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇന്നുണ്ട്. പിന്നെ ഇവിടെ ഡെയിലി തൂക്കണം. എന്താ വെച്ചാൽ ഈ എവിടെ നിന്നും അറിയത്തില്ല, ഇങ്ങനെ ഒരു പൊടി, ചെറിയൊരു പൊടി എപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കും. അത് കാരണം ഡെയിലി തൂത്തില്ലെങ്കിൽ ഈ ടൈലും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം തൂത്തുവാരി ഒരു സാമ്പ്രാണി കത്തിച്ചു വെക്കും. എനിക്ക് ഈ സ്മെൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കാരണം ഞാൻ രാവിലെ ഇതെല്ലാം ചെയ്തിട്ട് സാമ്പ്രാണി കത്തിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറും. കിച്ചണിൽ അടുക്കള പരിപാടിയിലേക്ക് കിടക്കാൻ പോവാന്നല്ല കിടക്കും. എനിക്കിനി കുറേ തൂത്ത് വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ മൊത്തം കാണിക്കുന്നില്ല. തൂത്ത് വരിയിട്ട് വരാം. സോ ഗൈസ്, ഇനി നമുക്ക് കിച്ചൺ ടൈമാണ്. ഇനിയിപ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ദോശമാവും അപ്പത്തിൻ്റെ മാവും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം
രണ്ടും എടുത്ത് ഞാൻ വെളിയിൽ വെക്കുകയാണ് ഗൈസ്. ദോശ ദോശ എളുപ്പം ഉണ്ടാക്കാം. അപ്പൊ കുറച്ചേരം വെക്കണം. ഇനി നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്, ഇവിടെ ഒരു ക്യാൻ പോലെ ഉണ്ട്. അപ്പൊ ഈ വെള്ളം നമ്മൾ ഈ ക്യാനിലേക്ക് എടുത്തൊഴിക്കാം. അതൊരു ടാസ്ക്കാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ക്യാൻ. ഇതിലോട്ട് നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് കമക്കണം. അതൊരു ജോലി തന്നെയാണ്. ലെറ്റ്സ് സീ. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെല്ലാം തുറക്കേണ്ടി വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവും. മോസ്റ്റ്ലി സക്സസ് ആവാറാണ് പറയുന്നത്. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നാണല്ലോ. ഇപ്പൊ തന്നെ ഇവിടെ വെള്ളമായി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അതെടുത്ത് കളഞ്ഞിട്ട് വരാം. ആ വെള്ളം കൊണ്ട് തന്നെ ഈ ക്യാൻ ഞാനങ്ങ് കഴുകുക. ഇനി നമുക്ക് ആദ്യം ഇതിനകത്ത് തുളുമ്പി വെള്ളമുണ്ട്, അപ്പൊ അത് ഒരു ടാസ്ക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. ആ തുളുമ്പി എന്റെ ദേഹത്ത് വീഴായിരിക്കാം. ഇനി ചേച്ചി പഠിപ്പിച്ച ചെയ്യേണ്ടത് എന്താ? പ്രശ്നം ചെയ്തില്ല. അമ്മച്ചി ഒരു കുഞ്ഞിനെ എടുക്കുന്ന പോലെ എടുക്കുക. ഇതാണ്. ഇനി ഇതൊന്ന് റീപൊസിഷൻ ചെയ്താൽ that's it guys. So ഇനി നമ്മള് ആദ്യം പാത്രം കഴുകാൻ പോന്നെ. നോർമലി ഉണ്ടാവാറില്ല, കാരണം ഞാൻ രാത്രി തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത്. അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് എച്ചിപ്പാത്രം അങ്ങനെ ഇടാതിരിക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി മാഗി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പൊ മാഗിയുടെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് നമ്മൾ തേച്ച ശരി വരത്തില്ല. അപ്പൊ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അപ്പൊ ആ പാത്രം കിടപ്പുണ്ട്. അപ്പൊ അത് ആദ്യം കഴുകി, ഈ സിങ്ക് ഒന്ന് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ സിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കൂടെ കഴുകിയിട്ട് കഴുകാം. ഇപ്പം അതൊന്ന് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഒതുങ്ങും. എന്നിട്ട് ഇവിടെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുടാം. ആ സമയത്ത് തന്നെ കുറച്ച് മുളക് ഉണ്ടാക്കാം. ഇപ്പം ദോശമുളകിന്റെ ആവശ്യമുള്ളൂ, അത് ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. സാധാരണ ഞാൻ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ളത് ആക്കി വെക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഞാൻ ഇതുവരെ ഈ മന്തിന്റെ പർച്ചേസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് എന്ത് വേണം നാളേക്ക്. മിക്കവാറും ഒന്നും ഉച്ചയ്ക്ക് കഞ്ഞിയായിരിക്കും. കഞ്ഞി ഇറ്റ് ഈസ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ഒരു കവറിനകത്തും പിന്നെ നമ്മളുടെ പേപ്പർ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പേപ്പർ വേസ്റ്റ് എല്ലാം വേറൊരു വലിയ കവറിനകത്തും ഇട്ട് വെക്കണം. അപ്പം രാവിലെ ഇന്ന് രാവിലെ വന്ന് എടുത്തോണ്ട് പോയി. അപ്പം രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഫുഡ് വേസ്റ്റും പേപ്പർ വേസ്റ്റും കൂടെ വെളിയിലേക്ക് ആ ഓരോ കവറ്, ഇപ്പൊ ഞാൻ ഫുഡ് വേസ്റ്റിന് ബ്ലാക്ക് കവറാണ് യൂസ് ചെയ്യുന്നത്, പേപ്പർ വേസ്റ്റിന് ഗ്രീൻ കളർ. അപ്പം അത് രണ്ടും കൂടെ രാവിലെ വന്നിട്ട് അവരെടുത്തോണ്ട് പൊക്കോളും. അപ്പം മന്ത്ലി മെയിൻ്റനൻസിന്റെ ഒരു എമൗണ്ട് കൊടുത്താൽ മതി. ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ വന്നിട്ട് അതെടുത്തോണ്ട് പൊക്കോളും. നമ്മൾ വീട്ടിലാണെങ്കിൽ ഇതൊരു വലിയ ചടങ്ങാണ്. ഇത് നമ്മൾ തന്നെ കൊണ്ടുപോയി കത്തിക്കുകയോ കളയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഇപ്പാണെങ്കിൽ വീട്ടിൽ പഞ്ചായത്തിൽ നിന്ന് ആള് വരുമെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി. പ്ലാസ്റ്റിക് മാറ്റിയിടണം. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ 50 രൂപ കൊടുക്കണം. അങ്ങനെ ഏതാണ്ടൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ വീട്ടില് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത് കാണുന്നത് എൻ്റെ അമ്മ. ഇതൊക്കെ അപ്പൊ അവർക്ക് ചെയ്യാൻ അറിയാം എന്നായിരിക്കും വിചാരിക്കുന്നത്. യെസ്, ഐ നോ ഹൗ ടു ഡു. പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്നപ്പോ ഓർത്താണ്, ഇപ്പൊ ഒന്നും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, എന്റെ കാര്യം പറഞ്ഞതാ പേഴ്സണലി. ലൊക്കെ എനിക്ക് ഇവിടുന്ന് ഒരുപാട് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈവൻ ഇവിടെ നിന്ന് മാത്രമല്ല, ഞാൻ കോളേജിൽ പോയപ്പോ ആണെങ്കിലും എനിക്ക് ഹോസ്റ്റൽ ഫുഡ് ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിന്നിരുന്നത്. ഞാൻ അവിടുന്ന് തന്നെ കുക്ക് ചെയ്താണ് കഴിക്കുന്നതൊക്കെ. അപ്പൊ നമുക്ക് വേറൊരിടത്ത് ചെല്ലുമ്പം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നിൽക്കാനോ നമ്മുടെ തോന്നിയാസത്തിന് നടക്കാനോ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ റൂം ഷെയർ ചെയ്താണ് നിൽക്കുന്നത്. അപ്പം നമ്മളുടെ പാർട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ
അത് കാരണം മോസ്റ്റ്ലി എന്താ പറയാ ഞാൻ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ കുക്ക് ചെയ്യും പരിപാടിയൊക്കെ ചെയ്യും. പക്ഷെ വീട്ടിൽ വരുമ്പോൾ അപ്പോഴാണെങ്കിലും ഞാൻ ഒരു വസ്തു ചെയ്തില്ല. കാരണം നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും വെറുതെ നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ കൊച്ചിയിലുള്ളപ്പോഴത്തേക്ക് ഇപ്പൊ ഈവൻതോ എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ കൂടെയും ഇപ്പം ചക്കപ്പഴത്തിന് ഉണ്ടായിരുന്നപ്പോഴും ചക്കപ്പഴത്തിന് രാവിലെ പോകുന്നതിന് മുമ്പേ അഥവാ എനിക്ക് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക. അതുപോലെ തന്നെ വൈകിട്ട് അവിടുന്ന് ഞാൻ ഫുഡ് എടുക്കാറില്ല. വൈകിട്ട് ഞാൻ വന്ന് കുക്ക് ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത്. സോ ഐ ഡു മൈ ഓൺ തിങ്സ്. പക്ഷെ നമ്മളുടെ എന്താ പറയാ അവിടെ കാണുമ്പോഴത്തേക്കും ആരും കാണില്ലല്ലോ നമ്മൾ പണിയെടുക്കണേ. എനിക്ക് അങ്ങനെ കാണിച്ച് പണിയെടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് കാരണം ആരും കാണുന്നില്ല. അപ്പൊ അമ്മേനോടൊക്കെ ഒരു പണിയും ചെയ്യണ്ട, ഇങ്ങനെ വഷളാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഗൈസ് ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ അങ്ങനെ കൺസേണുള്ള ബന്ധുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ എൻ്റെ അമ്മ വഷളാക്കിയിട്ടില്ല. ഐ നോ എവറിത്തിങ്. എനിക്ക് എല്ലാ സാധനവും ഉണ്ടാക്കാൻ അറിയാം. ഹോപ്പ്ഫുള്ളി യു ഹാവ് സീൻ മൈ ഹൗസ്. എന്താ എൻ്റെ ഹോം ടൂർ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഹോം ടൂർ ഒന്നുമില്ല. ഇന്ന് ഞാൻ റാൻഡംലി എഴുന്നേറ്റപ്പം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നൊരു പണിയില്ല, അപ്പോൾ അതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ വീട് കണ്ടു കാണും. എനിക്കിത് വൃത്തിയാക്കി ഇടാനും അറിയാം. എല്ലാം എന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നിയ പോലെ നിൽക്കാം. ബിക്കോസ് ദാറ്റ്സ് മൈ ഹൗസ്. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആർക്കാണെങ്കിലും അവരവരുടെ വീട്ടിൽ വന്ന് തോന്നിയ പോലെ നിൽക്കും. കാരണം അവരുടെ കുറ്റം പറയാത്തവരുടെ അച്ഛനമ്മയും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ അമ്മ കുറ്റം പറയും കേട്ടോ. ഇവിടെ വന്ന് നീക്ക് ഒരു വസ്തു ചെയ്യട്ടെ, കൂട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയും. അത് ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. ബിക്കോസ് അങ്ങനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതും അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ മാത്രമാണ്. സോ ഐ ഡു ദാറ്റ്. അതുകൊണ്ട് എൻ്റെ പൊന്നു രമണി ഇത് കണ്ടിട്ട് ആഗ്രഹിക്കേണ്ട, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ ടൈം നമ്മുടെ പാത്രം കഴുകി കഴിഞ്ഞു. സോ ലെറ്റ്സ് മേക്ക് സം ഫുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ദോശയും മുളകുമാണ് ഉണ്ടാക്കുന്നത്. ഉച്ചക്കത്തേക്ക് കഞ്ഞി എന്ന് പറഞ്ഞാൽ വെറുതെ കഞ്ഞിയല്ല, കഞ്ഞി ചോറും ചെറുപയറും കൂടി ഇട്ടിട്ട് അടിച്ചിട്ട് കഞ്ഞിയാക്കുന്നതാണ്. അപ്പൊ ഇനി കുറച്ചു നേരത്തേക്ക് സൗണ്ട് ഉണ്ടാവില്ല. അതെന്താ ഇല്ലാത്തതെന്ന് വെച്ചാല് ഞാൻ എൻ്റെ ബെസ്റ്റ് ലൈക്ക് എൻ്റെ ഫേവറേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുമ്പം ഐ ഡു വാച്ച് സീരീസ്. എനിക്ക് അങ്ങനെ എൻ്റെതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ആരോടും ചോദിക്കേണ്ട, നമുക്ക് ആരോടും അഭിപ്രായം ഒന്നും പറയണ്ട, ആരുടെയും ഇഷ്ടങ്ങൾ നോക്കണ്ട, എനിക്ക് എൻ്റെ കാര്യം നോക്കിയിട്ട് നിൽക്കാം. സോ എനിക്കിപ്പം ഞാൻ ഗ്രെഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ 6th സീസണായി. അപ്പൊ ഞാൻ ഈ സീരീസ് സൈഡിൽ വെച്ചിട്ട് മോസ്റ്റ്ലി വിഷ്വൽസ് ഒന്നും കാണില്ല, ചിലപ്പോൾ കേട്ടോണ്ടായിരിക്കും വർക്ക് ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെയാണ് എൻ്റെ അടുക്കള പണികൾ ചെയ്യാറ്. സോ എനിക്കിപ്പോൾ ഇങ്ങനെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പം നോർമലി തന്നെത്താനെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ ശ്രമിക്കാം. ബട്ട് ഞാൻ ഇനിയും കുറച്ച് നേരത്തേക്ക് മൗനമായിരിക്കും. ബിക്കോസ് എനിക്ക് എൻ്റെ സീരീസ് വിട്ടൊരു ജീവിതമില്ല. സോ സ്പെയർ മീ. ഞാൻ ഈ അടുത്ത് റീലിൽ കണ്ടു. ഞാൻ നോർമലി സവോള അരിയാറുള്ളത്, അയ്യോ ഈ സവോള കട്ടിയായിരുന്നു, ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ മേളിലത്തെ ഈ ഹാർഡായിട്ടുള്ള പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. ദിസ് ഈസ് ദ പാറ്റേൺ ഐ യൂസ്. പക്ഷെ ഞാൻ ഇത്തവണ ഒരു റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടു അങ്ങനെയല്ല പോലും സവോള അറിയുന്നത്. അപ്പം ഞാനിത് പരീക്ഷ നോക്കാൻ പോവാം. ദിസ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് കട്ടിങ് ആൻ ഓണിയൻ എന്നാണ് ആ ഇംഗ്ലീഷുകാരി ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം ഇത് വർക്കൗട്ട് ആവുമെന്ന്. അപ്പം ഐക്കോട്ട് കാണിച്ചു തരാം എൻ്റെ പരീക്ഷണങ്ങൾ. ഞാനിങ്ങനെ ഇരിക്കുമ്പം റീല് കണ്ടതൊക്കെ ഇങ്ങനെ എൻ്റെ ഒരുപാട് സമയമുള്ള സമയങ്ങളിൽ ഞാൻ പരീക്ഷിക്കാറുണ്ട്. ദിസ് ഈസ് ലക്കി. എളുപ്പം ഇത് മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം പരിപാടി കഴിയുന്നുണ്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്യണമായിരുന്നു, സോറി മറന്നുപോയി. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ വരത്തില്ലേ, ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു പോർഷനൊക്കെ ദൈവം. ഇപ്പൊ ഇങ്ങനെ വരുമെന്ന് വെച്ചോ, ഇത് വരുന്നിട്ട് ഇങ്ങനെ ആക്കണം. ഇപ്പൊ എനിക്കുള്ളത് അങ്ങനെ വേണ്ട എനിക്ക്, പക്ഷെ ഇത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്താൽ വരും കേട്ടോ. ഇങ്ങനെയാണ് അറിയേണ്ടതെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ മുഞ്ഞായി പോയി. പക്ഷെ എനിക്കത് ബോധേഡല്ല, കാരണം എനിക്കിപ്പോ വേണ്ടത് ആക്ച്വലി ഇങ്ങനെ മാത്രം മതി. അപ്പൊ അതിന് എൻ്റെ മെത്തേഡ് തന്നെയാണ് നല്ലത്. ഇങ്ങനെ 4 കഷ്ണം മാത്രം മതി. ഇതിപ്പോ ഗജിക്കും എന്നായിപ്പോ ഇനി ഇതിനകത്തുനിന്ന് ഞാൻ കണ്ടുപിടിക്കണത് ദൈവം എൻ്റെ സൈഡ്.
സോ ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ പരിപാടി തീർന്നു. ഇനിയിപ്പോൾ കുറച്ച് അരി ഇടണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. എഗെയിൻ മ്യൂട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, വിച്ച് ഐ ഫോളോ. എനിക്ക് നമ്മൾ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ സവാള അരിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ സവാള പൊളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലി ഉണ്ടാവും, അതിൻ്റെ ഈ മേലത്തെ ആ ഹാർഡ് പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് അരിഞ്ഞ് കഴിയുമ്പം അപ്പോൾ തന്നെ ഈ വേസ്റ്റ് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ നീറ്റായിട്ടിരിക്കും. ലൈക്ക് നമുക്കിപ്പോൾ അത് പിന്നെ ഒരു എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം എന്ന് വെക്കാതെ ഇപ്പൊ പാത്രങ്ങളാണെങ്കിൽ കൂടെയും ഇപ്പൊ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ അടച്ചു വെക്കേണ്ടി വരും 5 മിനിറ്റ്. ആ സമയം ഉണ്ടെങ്കിൽ ആ 5 മിനിറ്റിന് അതങ്ങ് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ സൈഡും നീറ്റായിട്ടിരിക്കും. അത് മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. സോ എപ്പോഴും ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനും സുഖം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാ ചെയ്യാറ്. ഇപ്പം എൻ്റെ കിച്ചൺ നീറ്റാണ്, എനിക്ക് ഇനിയിപ്പോൾ ഇത് ചെയ്തതിൻ്റെ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞാൻ ഓൾറെഡി എല്ലാം കഴുകി കഴിഞ്ഞു. ഞാൻ ഇതിപ്പോൾ ചെയ്യുന്ന സമയത്ത് അതോടെ എല്ലാം ക്ലീൻ ചെയ്തു. അപ്പം ഇനിയിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോവാം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അരിയിടും. അങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ആയി. ഞാൻ അടുക്കള കയറുമ്പോൾ ഒരുമിച്ച് ഉച്ചയ്ക്കും രാവിലത്തേക്കുള്ളതാക്കും. എനിക്ക് പിന്നെ നിൽക്കാൻ വയ്യ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകണം, ആ സിങ്കും കൂടെ വൃത്തിയാക്കി ഇടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് ഫ്രഷായിട്ട് വന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. നമുക്ക് കുറച്ച് ഫോൺ കോൾസ് കഴിക്കാനുണ്ട്, ഞാൻ പറഞ്ഞില്ല. പിന്നെ നാളെ ഷൂട്ടുണ്ട്. അപ്പം സ്നേഹ ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു. ബ്ലൗസ് ഉള്ളത് ചേച്ചിയുടെ കയ്യിൽ സാരീസാണ്, ഓസ്കി ഡിസൈൻസിൽ മൊത്തം സാരീസാണുള്ളത്. അപ്പം ബ്ലൗസ് ഉള്ളത് അയച്ചു കൊടുക്കും. അതനുസരിച്ചിട്ട് സാരീസ് നമുക്ക് സെലക്ട് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പം എനിക്ക് ബ്ലൗസ് അയച്ചു കൊടുക്കണം, തുണി മടക്കി ഒതുക്കണം. സോ നമ്മളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കഞ്ഞി റെഡിയായി. ഇതാണ് മുളക്. ഇങ്ങനെ ഇരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇനി കഴിക്കാൻ പോവാണ്. സോ നമ്മൾ എന്താ പറയുക, അടുക്കള മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. കുളിക്കുന്നതിന് മുമ്പ് ബാത്റൂമും ഒന്ന് കഴുകിയിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തുണി നനയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ബെഡ്ഷീറ്റ് നനയ്ക്കാനുണ്ട്. ഇന്നലെ മഴയായിരുന്നു. ഇന്നിപ്പം വലിയ കുഴപ്പമില്ല, വിരിക്കായിരുന്നു. എനിക്കും വെളിയിൽ എവിടെയും പോകണ്ടാത്തതുകൊണ്ട് മഴ വന്നാലും എടുത്തു വെക്കാമല്ലോ. പക്ഷെ കറണ്ട് ചതിച്ചു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. അപ്പം കറണ്ടില്ല. എന്നാലും നമുക്കിത് ഓൺ ചെയ്ത് വെക്കാം. ഇല്ല, നടക്കത്തില്ല. ഇനി കറണ്ട് വരുമ്പോഴത്തേക്ക് ഇതാകാം. അപ്പം ഇനി ഞാൻ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം. അടുത്തത് ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ പോകും. സോ ഞാൻ കുറച്ച് നേരം, എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കറണ്ട് പോയി. അപ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ കുളി പരിപാടികളെല്ലാം നടക്കുകയുള്ളൂ. യെസ് ഗൈസ്, കറണ്ട് വന്നു. വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ക്യാപ്പച്ചീനോ, ഒരാൾ കമന്റ് ഇട്ടു, ക്യാപ്പച്ചീനോയ്ക്ക് കാപ്പിയുടെ പേരാണ് വരണമെന്ന്. കാപ്പീൻ്റെ പേരിട്ടതിൽ സങ്കടം ഉണ്ടോ ക്യാപ്പച്ചീനോയ്ക്ക്? ഇല്ല പോലും. ക്യാപ്പച്ചീനൊക്കെ ഒരു ഐ ലവ് യു ആണ് അല്ലേ? കറണ്ട് വന്നു, തുണി നനയ്ക്കാനിടാം. ക്യാപ്പച്ചീനോ ഷേഗാണ്. ക്യാപ്പച്ചീനോയ്ക്ക് ഷേഗാണോ? ഹായ് വരാ. ഇത് കണ്ടോ എൻ്റെ പൂക്കള്? ബ്യൂട്ടിഫുൾ അല്ലേ ഇന്ന്? പക്ഷേ പിങ്ക് ഒന്നും വളർന്നില്ല. പിങ്ക് ഒരെണ്ണം കണ്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം മഞ്ഞയായിരുന്നു. നോക്ക്. വാവ്, ഈ കുഞ്ഞി സ്ഥലത്ത് ഇനിയും വെക്കാൻ പറ്റുന്ന നല്ല ചെടി ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്യാം, ഇത് ഓണാക്കാം. അക്വ ലെവൽ 10 ഇടാം, പ്ലേ കൊടുക്കാം. ഞാൻ ഏരിയലിൻ്റെ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോർമലി ഇതിൻ്റെ അകത്ത് ഇടാം, പക്ഷേ നോർമലി ഇതിൻ്റെ അകത്ത് ഡിറ്റർജൻറ്റിൻ്റെ അകത്ത് ഇവിടെയാണ് ഇടേണ്ടത്. പക്ഷെ ഇതിപ്പോൾ പൊടിയല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടാലും മതി, ഒന്നും സംഭവിക്കത്തില്ല. 2 in 1 പ്രോസസ്. യെസ്, ഇത് മൊത്തം ബെഡ്ഷീറ്റുകളാണ്. ഈ ബെഡ്ഷീറ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തുണി നനയ്ക്കാൻ. പക്ഷെ വിരിക്കാൻ അയ കെട്ടിയിട്ടില്ല മേളിൽ. അത് കാരണം ചിലപ്പോൾ ഹോം ടൂറിൽ നമ്മളിതിൻ്റെ റൂഫ് ടോപ്പ് കാണിച്ചു തന്നിട്ടില്ല. അപ്പം ഞാൻ വിരിക്കാൻ പോകുമ്പോഴത്തേക്ക് കാണിക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി അതായി അതിൻ്റെ പാടായി. കാപ്പച്ചീനോ സുന്ദരനാരാണ്?
അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഞാൻ കുളിക്കാൻ പോവാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ എനർജി എവിടെയെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. എനർജി എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഹോം ടൂർ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് പറ്റിക്കുന്നത് കൊണ്ട് എടുത്തതാണ്. ലുക്ക്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പോയി ഒന്ന് ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നുമില്ല, വാഷ് ബേസിൻ ഒന്ന് കഴുകണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അത് കഴിഞ്ഞ് കാണാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, ബിക്കോസ് എൻ്റെ മൈക്ക് ഓഫായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതല്ല സത്യം. ഇപ്പോൾ ഇതിങ്ങനെ മുടി ചീവിയപ്പോൾ മൈക്കിൽ തട്ടിയപ്പോഴാണ് മൈക്ക് ഓൺ ചെയ്യാതാണ് ഇവിടെ കാണാമെന്നും പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നറിഞ്ഞത്. ഞാൻ ആദ്യം അഴിച്ചിടാന്ന് വെച്ചു. പിന്നെ എന്തിനാണ് വിഷം കിട്ടുക, നമ്മളെവിടെയും പോകില്ലല്ലോ. അപ്പം പൊക്കിയത് തന്നെ കേട്ടാൻ ചൂടാണ് ഒന്നാമത്. പക്ഷെ എന്നാലും എൻ്റെ മൈക്ക് ഓഫ് ആയിപ്പോയല്ലോ. ഞാൻ ആധികാരികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ബിക്കോസ് ഞാൻ സ്കിൻ കെയർ ചെയ്തു. വാഷ്റൂമിൽ ലൈക്ക് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കണ്ട പോലെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സോഫ്റ്റ് ആൻഡ്സിൻ്റെ ഒരു ബേബി പൗഡറാണ് ഉപയോഗിച്ചത്. കൺമഷി മാത്രമേ എഴുതാറുള്ളൂ. ഇപ്പം പിന്നെ വ്ലോഗ് എടുക്കുന്നത് കൊണ്ട് ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തു. ആ ലിപ് ലൈനർ നാത്തൂൻ്റെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷേ ഇറ്റ് ഈസ് വെരി നൈസ്, നല്ല ലിപ് ലൈനറാണ്. സോ അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുടി ചീവാം എന്ന് പറഞ്ഞിട്ട് മുടി ചീവാൻ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കാണ്. പിന്നെ ഇടയ്ക്ക് എന്നെ കാണാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡൽഹി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആണ് ഞാൻ എൻ്റെ ലിപ് ലൈനർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബാഗ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ ബാഗ് അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതെടുക്കാൻ എനിക്ക് പോകേണ്ടി വന്നത്. ഗൈസ്, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗൈസ്, ഇതാണ് നമ്മുടെ അപ്സ്റ്റേഴ്സ്. ക്യാപ്പച്ചിനോ എൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഓടി. അവനെ പിടിച്ചിട്ട് തിരിച്ച് കയറ്റാൻ പോയി. ഇതാണ് എൻ്റെ ആയ. ഇത് നമ്മൾ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് രണ്ടിന് അന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു സ്വന്തം വീടാണോ അതോ റെന്റിനെടുത്താണോ എന്ന്. റെന്റാണ്. ഈ റെന്റിന് തന്നവർ തന്നെയാണ് ഈ റൂഫ് ടോപ്പും വാങ്ങിച്ചിരിക്കുന്നത്. അതൊരു സൗകര്യമായി, അതുകൊണ്ട് തുണി ഇരിക്കാം. ഇതാണ് റൂഫ് ടോപ്പ്. കണ്ട, നല്ല വെയിലുണ്ട്. നനയ്ക്കാൻ ഇഷ്ടമില്ലാത്ത സാധനമാണ് ബെഡ്ഷീറ്റ്. മറ്റേ ഫ്ലാറ്റിലായിരുന്നപ്പം ഞാൻ ഡ്രൈ ക്ലീനിങ് ആയിരുന്നു കൊടുക്കുന്നത്. കാരണം അവിടെ വിരിക്കാൻ ഈ സാധനം മാത്രമേ ഉള്ളൂ, വിരിക്കാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ റൂഫ് ടോപ്പ് ഒന്നുമില്ല. ബെഡ്ഷീറ്റൊക്കെ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ ഉണങ്ങാനായിട്ട് കാലാകാലം എടുക്കും. ഇവിടെ ഇപ്പോൾ വിരിക്കാൻ ഇത്ര സ്ഥലമുള്ളത് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നനച്ച് നോക്കണേ. അതൊക്കെ ഇനി എവിടെ വിരിക്കുമെന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കണം. എൻ്റെ പിന്നെ മുടിഞ്ഞ വെയിൽ. വൈകുന്നേരം വരെ ഈ വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴയായിരുന്നു. മഴ വന്നാൽ ഇത് പിന്നെ ഉണങ്ങാൻ താമസിക്കും. പിന്നെ ഒരു സ്മെല്ലും വരൂലേ, എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ വീണ്ടും നനയ്ക്കും തുണി. സോ ഹായ്. അപ്പോൾ ഞാൻ അവിടെ വരെ പോയി ഇതായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു. ക്യാപ്പച്ചിനോ ഓക്കെ, ഇതിനൊക്കെ ചാർജ് ആണ്. അപ്പൊ ഞാൻ കുഴഞ്ഞു. അപ്പം ഇനിയിപ്പം കുറച്ച് പരിപാടികളുണ്ട്. കേട്ടോ, കോളും ഒക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ച് പരിപാടിയുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് നേരം മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഹെക്ടിക് ആവുന്നു. രാവിലെ തൊട്ട് കുറേ പരിപാടി എടുത്തിട്ട് ഇതുവരെ ഇരുന്നിട്ടില്ല. ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ചക്കപ്പഴം തുടങ്ങിയത് കൊണ്ട് ഞാൻ മാറ്റി വെച്ച ഒരു സംഭവമാണ് PhD ചെയ്യാന്നുള്ളത്. അപ്പം ട്രെയിൻ ചിലപ്പം നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഞാനപ്പോൾ ഈ ഒരു ഡിസംബറിലെ എക്സാം ഉണ്ട്. അപ്പൊ ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്കും ഞാൻ ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ കുറച്ചു നേരം പഠിക്കാൻ പോവാണ്. കണ്ടോ, UGC നീറ്റിന്റെ ബുക്ക്. അപ്പം ഇത് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പം പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കുറെയൊക്കെ ഇവരുടെ എഴുതിയൊക്കെ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ
ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് നെറ്റിന് പ്രിപ്പയർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അപ്പത്തേക്ക് ഉണ്ണാനൊക്കെ സമയമാവും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറച്ചു നേരം ഞാൻ പോയി പഠിച്ചിട്ട് വരാം. കുറച്ച് അരമണിക്കൂറായി പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അറിയാലോ, പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുമല്ലോ ഒബിയസ്ലി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പക്ഷെ എനിക്ക് വിശപ്പായില്ല കേട്ടോ. എനിക്ക് നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ കഴിച്ചത്, കുറെ പണിയൊക്കെ കഴിഞ്ഞ് കഴിച്ചത് കൊണ്ടായിരിക്കും വിശപ്പായിട്ടില്ല. അപ്പം ഞാൻ ഇനി കുറച്ച് നേരം, എനിക്ക് കുറച്ച് പേരെയൊക്കെ വിളിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രസ്സിൻ്റെ ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ സീരീസും കാണുന്നുണ്ട്. ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പതിവ്. അല്ലാതെ നിൽക്കുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഉറങ്ങാനാണ് പതിവ്, കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിവേ, ഞാൻ കുറച്ച് നേരം എൻ്റെതായ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അപ്പം കാണിച്ചു തരാം. ഇപ്പം എന്തായാലും തൽക്കാലത്തേക്ക് ഇതാണ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ഗോ. ഹേയ്, അപ്പോൾ ഞാൻ ഉറങ്ങിയില്ല ഗൈസ്. ഞാൻ എന്തൊക്കെയായിരുന്നു, എനിക്ക് കുറച്ച് കോൾസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കോൾസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചെയ്യായിരുന്നു. നോക്ക്, ക്യാപ്പച്ചിനോ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുക. ബിക്കോസ് ക്യാപ്പച്ചിനോയ്ക്ക് വിശക്കുന്നു. ഞാനും കഴിച്ചില്ല, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പം മണി 3 ഇപ്പം ആക്ച്വലി അബാദേട്ടൻ എന്നെ വിളിച്ചു. അപ്പോഴാണ് ഞാൻ ടൈം ശ്രദ്ധിക്കുന്നത്. അബാദേട്ടൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ, അബാദേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി എൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇന്ന് പുള്ളിനെ മീറ്റ് ചെയ്യാൻ പോയായിരുന്നു. അപ്പൊ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് കഴിക്കാം, ക്യാപ്പുവിന് ഫുഡ് കൊടുക്കണം. അതിന് മുമ്പേ ആയിട്ട് എനിക്ക് വെള്ളം കലക്കി വെക്കാം, കാരണം അവർ വരുമ്പോഴത്തേക്കും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ അതിന് കാരണം വെള്ളം കലക്കി വെക്കാം, എന്നിട്ട് ഞാൻ കഴിക്കാം. അപ്പം അഥവാ വരുമ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് എടുത്ത് മാറ്റിയിട്ട് പെട്ടെന്ന് വെള്ളം കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല, വെള്ളം തണുക്കാൻ വെച്ച് കഴിയുമ്പം പിന്നെ അതിനകത്ത് ഐസ് ഇടേണ്ട ജോലി വേണ്ട. അപ്പൊ ഞാൻ ഇങ്ങനൊരു ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ രസ്നയുടെ വലിയൊരു ടിൻ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഗസ്റ്റ് എപ്പോഴാ വരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വരുമ്പോഴത്തേക്ക് അവർക്കൊരു ഇത് കൊടുക്കണ്ടേ. ഇതൊരു എന്തായിരുന്നു, ഇൻസ്റ്റന്റ് ഗോവ, അതായത് പേരക്കയുടെ ഫ്ലേവർ ഉള്ള ഒരു ഇതാണ്. ക്യാപ്പച്ചിനോയ്ക്ക് സാധാരണ ക്യാപ്പച്ചിനോയുടെ എണ്ണാണ്ടിയാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു, ക്യാപ്പുവിന് മറ്റേ ചോറും തൈരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചോറും തൈരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ കഞ്ഞിയാണ് വെച്ചത് എനിക്ക്. അപ്പൊ ഇന്നലെ ഞാൻ കഞ്ഞി വെച്ചപ്പോഴത്തേക്കും പാവം, ഇന്നലെയും ഞാൻ കഞ്ഞിയായിരുന്നു കേട്ടോ വെച്ചത്. ഇന്നലെ എനിക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പൊ അത് കാരണം എനിക്ക് അടുക്കള കയറാൻ കഴിയാത്തത് കൊണ്ട് എന്നും പറഞ്ഞ് എന്നും കഞ്ഞിയല്ല, സാമ്പാർ, അവിയൽ, തീയൽ, തോരൻ എല്ലാം വെക്കാറുണ്ട്. എനിക്ക് കഞ്ഞി എനിക്ക് ഇഷ്ടമില്ല. അപ്പം അപ്പൊ ആലോചിച്ച് നോക്കണം, എനിക്ക് അത്രയും മടിയും അത്രയും പരിപാടികളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ കഞ്ഞിയാക്കിയത്. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, പർച്ചേസിങ്ങിന് പോയിട്ടില്ല. അപ്പൊ എനിക്ക് പർച്ചേസിങ്ങിന് പോകണം. ഇന്നിനിയിപ്പൊ നടക്കത്തില്ല. അപ്പൊ പർച്ചേസിങ്ങിൽ പോയി കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പച്ചക്കറിയൊക്കെ തീർന്നു, ഇനി സവാള മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞോന്നെ, സോ ഇന്നലെ അപ്പൊ ഞാൻ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചപ്പം ക്യാപ്പച്ചിനോ ഇവിടെ ചോറ് വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ വായി നോക്കി ഞൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു പാവം ഇന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ചോറ് കൊടുക്കാന്ന്. ഇടയ്ക്ക് ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ, കാരണം പ്രോട്ടീൻ ഒരുപാട് കൂടുതൽ വരുമ്പോഴും ഈ ചോറിനകത്തും ചെറിയൊരു ഷുഗർ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പം ഡെയിലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഡെയിലി കൊടുക്കുമ്പോഴത്തേക്കും മുടി പൊഴിയും, ഭയങ്കരമായിട്ട് ഇവർക്ക് ഹെയർ ലോസ് ഉണ്ടാവും. അത് കാരണം ഞാൻ അത്ര എന്റർടൈൻ ചെയ്യാറില്ല. ഇടയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം. ഇപ്പൊ എനിക്ക് പൊതുവെ ഒരു ദിവസം കഴിച്ച സാധനം എല്ലാ ദിവസവും കഴിക്കാൻ ഇഷ്ടമില്ല. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവനും. അപ്പൊ അത് കാരണം അതിന് വേണ്ടിയിട്ട്, അവനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ചോറ് കൊടുക്കും. അപ്പൊ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് പയറ് കൊടുക്കാമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പയറ് പിന്നെ വലിയ ദൂഷ്യം ചെയ്യുന്നതല്ല എന്നാണ് എന്റെ വിശ്വാസം. പച്ചക്കറികളൊക്കെ ഇങ്ങനെ വേവിച്ചൊക്കെ കൊടുക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ചെറുക്കൻ കഴിച്ചിട്ടില്ല, ഞാൻ 2-3 പച്ച കൊടുത്തിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ചോറും ചെറുപയറും കൂടി ഇട്ടിട്ടാണ് കഞ്ഞി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് കുറച്ച് ചോറെടുത്ത് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ആശാൻ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. സ്റ്റിൽ എടുത്തു, പഞ്ചാര ഇട്ടു. ഇനിയിപ്പം കലക്കിയിട്ട് അതിനകത്ത് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഫുഡ് എടുത്ത്, കഞ്ഞി ചോറായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കഞ്ഞിയൊക്കെ. അപ്പം ഇതെടുത്തിട്ട്
എന്ത് ചെയ്യട്ടെ മല്ലയ്യ, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ വേണ്ട. വെളുപ്പിനെ എഴുന്നേക്കുന്ന ദിവസങ്ങളുണ്ട് ചില ദിവസം. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും നല്ല വിശക്കും. പിന്നെ താമസിച്ച് എഴുന്നേക്കുന്നെങ്കിൽ ഫുഡും താമസിക്കും. അതും എനിക്ക് വിശക്കുമ്പോഴേ ഞാൻ കഴിക്കാറുള്ളൂ, അല്ലാതെ ഇന്ന ടൈം നോക്കിയൊന്നും കഴിക്കാറില്ല. വിശക്കുമ്പോൾ എപ്പോഴോ കഴിക്കും. ഇതിപ്പോ അവര് വിളിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ചാടി എഴുന്നേറ്റത്. ഹായ് ഗായ്സ്, ഹായ് ഗായ്. നിങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ക്യാപ്പിന് ഫുഡ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. ക്യാപ്പ് ഓടിച്ചു കുറച്ചു നേരത്തേക്ക്. യെസ്, അപ്പൊ അതേട്ടൻ നന്നായിട്ട് നോക്കൂ. അപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് വലിഞ്ഞു കയറി വന്ന അതാ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരണം നിങ്ങളെന്ന്. അപ്പം ഇത് അനൂപ് അബാദേട്ടന്റെ ഫ്രണ്ടാണ്, എന്റെ ഫാനാണെന്ന് പറഞ്ഞ് കാണാൻ വന്നത്. അങ്ങ് സിംഗപ്പൂർ, അതൊന്ന് എടുത്തു പറയോ? സിംഗപ്പൂരിൽ നിന്ന് എന്നെ കാണാൻ വന്നതാ. അപ്പൊ ഞങ്ങൾ കുറച്ചേരം സംസാരിക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ ഗസ്റ്റ് പോയി. ഞാൻ ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പേശക മഴ വരുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ തുണി ഓർമ്മയുണ്ടോ? തുണി നീ വരുന്ന അപ്പോ നിന്നെ നേരത്തെ കൊണ്ടുപോയി നിന്നെ പിടി ഒട്ടി. എന്നുവെച്ചാ പെശകൻ കാറ്റ് മഴ. അയ്യോ എന്റെ തുണിയിലെന്നാണ്. ഓ എന്നെ കാണുന്നില്ലല്ലേ, സോറി. അതും ഇതും എല്ലാം കൂടെ നടക്കുന്നില്ല. ഓ തേഞ്ഞ് ചത്ത് നോക്കൂ എന്റെ തുണി, നോക്കൂ കിടക്കണ്. നമ്മൾ എങ്ങനെ വിരിച്ചിട്ട് പോയതാണ്. അങ്ങനെ കാറ്റാ മഴ വരണത് നോക്ക്. ഇതാ ഇത് മാത്രം ഇവിടെ ഉണ്ട്. മറ്റേത് ഇതാ എന്റെ സംഭവമൊക്കെ ഒടിഞ്ഞ് ഇതാ ഇതെല്ലാം ഒടിഞ്ഞ് 4 വഴിയായി. ഇതിന്റെ ഇടയ്ക്കും ക്യാമറ എടുത്തിട്ട് വരാൻ കാണിച്ച എന്റെ ആ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം അമ്മച്ചി. എല്ലാം ഉണങ്ങി കേട്ടോ. നല്ല വെയില് ഉണ്ടായിരുന്നു, അപ്പൊ വെയില് കിട്ടിയത് കൊണ്ട് എല്ലാം ഉണങ്ങി. പക്ഷെ ഇപ്പൊ എടുത്തില്ലായിരുന്നെങ്കിൽ നാശമായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ കൊണ്ടിട്ടു. ഇനി ഞാനൊരു സന്തോഷകരമായ കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക്. കരണ്ടും പോയാ കണ്ടോ? ഇത്രയും തുണിയും എനിക്ക് മടക്കാനുള്ളതാണ്. വാവ്, ഇനി പതുക്കെ മടക്കൽ കർമ്മത്തിലോട്ട് കയറേണ്ടതാണ്. കോസ്റ്റ്യൂം സോഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തതാണ്. അപ്പൊ അമ്മ ക്യാമറ വീഡിയോ പിടിച്ചിട്ട് കോസ്റ്റ്യൂം ഈ കളർ മതിയോ, ഈ കളർ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ഡീൽ ചെയ്യട്ടെ. ഓക്കെ, ഡീൽ ചെയ്തു. ഞങ്ങളൊന്ന് വെളിയിൽ പോവാനായിട്ട് റെഡിയായി. ഞാൻ സ്പ്രേ അടിച്ചപ്പോ തൊട്ട് ക്യാപ്പ് ഇവിടെ ഒരു സമാധാനം തന്നിട്ടില്ല. ഇല്ല, എടുത്തോളാനാണ് പറയുന്നത്. ക്യാപ്പിനെ കൊണ്ട് ഓ മൈ ഗോഡ്, വിജയിച്ചു അവൻ, കൊരച്ച് വിജയിച്ചു അവൻ. ഓക്കെ ഗൈസ്, ഞങ്ങൾ വെളിയിൽ വരെ പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഓ ക്യാപ്പിന്റെ മുഖത്ത് ചിരി നോക്ക്, ഏതാണ്ടോ വീരകഥ ജയിച്ച പോലെയാണ് അവന്റെ. നമ്മൾ ഭക്ഷണം കഴിക്കണം. പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടുമെന്ന് അറിയില്ല, കട അടച്ചിട്ടോന്ന് അറിയില്ല. കിട്ടിയാൽ നമുക്ക് മേടിക്കാം. ഗൈസ്, ഞങ്ങള് തൃപ്പൂണിത്തുറ എത്തി. നല്ല മഴയാണ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ
ഫുഡ് ഇങ്ങനെ കഴിക്കണം ഉണ്ടാക്കണമല്ലോ ഈ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു വൃത്തിയിട്ടവര്. ഞങ്ങൾ ആ ലൈറ്റ് ഇസ്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ലൈറ്റ് എനിക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടോ. അപ്പോ ഞങ്ങള് ചോപ്പ് സ്റ്റിക്സിൽ കഴിക്കാൻ വന്നു. നല്ല മഴയാണ്. ക്യാപ്പിനെ കണ്ടോ? ക്യാപ്പിനെ കൊണ്ടുപോകത്തില്ലെന്നറിയാം. ക്യാപ്പിന്റെ അതിന് മോങ്ങല് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഓക്കെ, ക്യാപ്പ് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അബാദേട്ടൻ്റെ ശൃംഗ് ഡെസേർട്ട്. ഞാൻ നിങ്ങളെ പറ്റിക്കുന്നില്ല, ഞാനൊന്ന് കഴിച്ചു. എനിക്ക് അത്ര എക്സ്പ്രഷൻ വരുന്നില്ല. സംഭവം ഞാൻ ആക്രാന്തത്തിൽ ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു, അടിപൊളിയാണ്. അപ്പം അത് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ എക്സ്പ്രഷൻ മിസ്സായെന്ന് പറഞ്ഞ് വീണ്ടും എടുത്തത്. അപ്പം അവൻ തന്നെ ഇങ്ങനെ നോക്കിക്കോ ഞാൻ എങ്ങനെ വീണ്ടും എക്സ്പ്രഷൻ എടുത്തത്. അതുകൊണ്ട് ആക്ച്വലി ദിസ് ഈസ് ടു ഗുഡ്. ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ. സോ ഗൈസ്, ഞാൻ തിരിച്ച് റൂമിൽ വന്നു. ഇപ്പം തന്നെ മണി 10:45. 10:45 11 മണിയായി. നമുക്ക് 11 മണി. അപ്പോൾ 11 മണിയായി. സോ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി പല്ല് വെച്ചിട്ട് കിടക്കാൻ പോവാണ്. ഫേസ് വാഷും ചെയ്തിട്ട് കിടക്കും. അത് രണ്ടേ ചെയ്യത്തുള്ളൂ. നൈറ്റ് പല്ല് വെക്കുന്നു, ഫേസ് വാഷ് ചെയ്യുന്നു, അത് രണ്ടേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് മാത്രമേ സ്കിൻ കെയർ ചെയ്യത്തുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും വയ്യ. ബിക്കോസ് എനിക്ക് എന്തായാലും പെട്ടെന്ന് കിടക്കണം. നാളെ രാവിലെ 5:30 എഴുന്നേക്കണം. 6:30 മേക്കപ്പ് ചെയ്യാൻ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഉറങ്ങട്ടെ. ഇനി ഇത് കോപ്പി ചെയ്യുകയൊക്കെ വേണം. ഒരുപാട് പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റാ സുലാൻ. എല്ലാവർക്കും എൻ്റെ ഞാൻ എത്തിയോന്ന് പറയാൻ അതായിട്ട് വിളിക്കും. ഹലോ, എത്തി. അപ്പൊ അങ്ങനെ ചാർജർ ഇവിടെ വെച്ച് മറന്നിട്ടുണ്ട്. അപ്പൊ എനിവേ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറെ എഫേർട്ട് എടുത്തിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. എഫേർട്ട് എടുത്തിട്ട് ഇൻ ദ സെൻസ് എനിക്ക് കുറെ പരിപാടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വലിയ പരിപാടികളല്ല, പക്ഷെ മൊത്തം ഓൺലൈൻ നിൽക്കേണ്ട പരിപാടികളായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. ഓക്കെ തന്നെ. അപ്പോ സുലൻ, ഞാൻ പോയി പല്ല് വെച്ച് കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്.